അപ്പോൾ അവർ വിരൽ പെയിൻറ്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്, അല്ലെങ്കിൽ ചെറിയ ബ്രഷ് ചീർപ്പ് ബ്രഷ് പെയിൻറ്റിംഗ് എന്നും പറയും. അപ്പോൾ ഈ വിരലിൽ എടുത്തിട്ട് ഇവർ ഇങ്ങനെ വരയ്ക്കുക ചെയ്യാം, ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. പിന്നെ ചീർപ്പിൻ്റെ ചെറിയ ചെറിയ കോമ്പ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതുകൊണ്ടാണ് ചീർപ്പ് ബ്രഷ് പെയിൻറ്റിംഗ് എന്ന് പറയും ഇതിനെ, അല്ലെങ്കിൽ വിരൽ പെയിൻറ്റിംഗ് എന്നും പറയും. ഇവര് പ്രകൃതിയിലെ മണ്ണ് തന്നെ പല വിഭാഗത്തിൽ അവർക്ക് ഗോത്ര വിഭാഗങ്ങൾക്ക് അവർക്ക് മണ്ണിന്റെ തന്നെ പല കളറുകളുണ്ട്. അപ്പോൾ അവർ വിരൽ പെയിന്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്, അല്ലെങ്കിൽ ചെറിയ ബ്രഷ് ചീർപ്പ് ബ്രഷ് പെയിന്റിംഗ് എന്നും പറയും. അപ്പോൾ ഈ വിരലിൽ എടുത്തിട്ട് ഇവർ ഇങ്ങനെ വരയ്ക്കുക ചെയ്യാം, ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. പിന്നെ ചീർപ്പിന്റെ ചെറിയ ചെറിയ കോമ്പ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതുകൊണ്ടാണ് ചീർപ്പ് ബ്രഷ് പെയിന്റിംഗ് എന്ന് പറയും ഇതിനെ, അല്ലെങ്കിൽ വിരൽ പെയിന്റിംഗ് എന്നും പറയും. ഹിന്ദിയിൽ എന്താ ഇതിന് പറയുന്നത്? ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? ഇവരുടെ ട്രഡീഷണൽ പെയിന്റിംഗ് ഒറാവൻ പെയിന്റിംഗ് ആണ്. ഒറാവൻ പെയിന്റിംഗ്, ORAON. ഒറാവൻ പെയിന്റിംഗ്. ഇത് ഏത് സംസ്ഥാനമാണ്? ഇത് ഇവരും ഇവിടെയാണ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, റായ്പൂർ ഒക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു പെയിന്റിംഗ് കൈകൊണ്ട് വിരലുകൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തു, ചീർപ്പ് കൊണ്ട് അതിന്റെ സ്ട്രോക്ക്, ചീർപ്പ് ബ്രഷ് എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ സ്ട്രോക്കുകൾ ഇട്ടിട്ട് പലതരത്തിലുള്ള, ഇത് ഒരു ഡിസൈൻ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, പലതരത്തിലുള്ള ഡിസൈൻ. ലൈഫ് പാറ്റേൺ ആണ് അവരുടെ ജീവിതത്തിൽ, വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഗതികളാണ്, സാഹചര്യങ്ങളെയാണ് ഇവര് വരച്ച് പെയിന്റിംഗ്. എന്ത് മനോഹരല്ലേ, വളരെ അല്ലേ, വളരെ മനോഹരമായിട്ടിരിക്കുന്നു. അതൊന്ന് എടുത്ത് കാണിക്കാവോ കുട്ടികൾക്ക്? ആ സംഗതി ഒന്ന് എടുത്ത് കാണിക്കാവോ? അവർ കണ്ടോണ്ടെന്ന് വെച്ചിട്ടാണ്, അതേ ക്യാമറയ്ക്ക് എടുത്തൊന്ന് കാണിക്കാവോ? ഒറാവൻ എന്നല്ലേ പെയിന്റിങ്ങിന്റെ പേര്? ഒറാവൻ പെയിന്റിംഗ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ആർട്ടിസ്റ്റ് ഉണ്ട്, മാഡം ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്, കിറ്റാർട്സിലെ ഫാക്കൽറ്റിയാണ്. മാഡത്തിന്റെ പേര്? ഡോക്ടർ മിനി പി വി ആണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും ഇത് ഇത്രയും വിശദീകരിച്ച് തന്നത് മാഡം തന്നെയാണ്, വളരെ ഒറിജിനേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഏതായാലും ഈ പെയിന്റിങ് നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെ ആവശ്യമുള്ളവർ ഉടനെ തന്നെ കിറ്റാർട്സിലെ ഗോത്രമേളയിൽ വന്നാൽ നേരിട്ട് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരുന്നവർക്ക് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യാം. വളരെ മനോഹരമായിരിക്കുന്നു മാഡം. താങ്ക് യു സോ മച്ച്.